ലഭിക്കുന്നു. ആ കൂമ്പാരത്തിന് താഴെ ലോറിയുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ആ മണ്ണ് കൂമ്പാരമായി കൂടി നിൽക്കുന്ന ഇടത്ത് അർജുന്റെ ലോറിയുണ്ട്. പക്ഷേ മഴ ശക്തമാവുകയാണ്. കനത്ത വെള്ളപ്പാച്ചിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ രക്ഷാദൗത്യം ശ്രമകരമാകും. മണ്ണ് മാറ്റണം. JCBക്ക് അവിടെ നിന്ന് മണ്ണ് മാറ്റുമ്പോൾ ഈ മഴ, അതോടൊപ്പം തന്നെ കാറ്റും തണുപ്പും എല്ലാം ഉള്ള പ്രതികൂല കാലാവസ്ഥയിലാണ് രക്ഷാപ്രവർത്തനം അവിടെ തുടരുന്നത്. 7 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരിശോധന നടക്കുന്നത്. സിനോജ് തോമസ്, ആ ഒരു മലയൊന്നാകെ ഇടിഞ്ഞു വീഴുകയായിരുന്നു. അതിന്റെ പൊക്കവും അതുപോലെ തന്നെ ഈ മണ്ണ് കിടക്കുന്നതിന്റെ ഒരു നീളവും, ആ പാതയുടെ 1/2 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു വലിയ ദൂരമാണ്. നമ്മൾ തന്നെ ഒന്ന് അത് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ആ മലയോട് ചേർന്ന് കിടക്കുന്ന ലോറി, ആ ലോറിക്ക് മുകളിലുള്ള മണ്ണ്, ലോറി കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ കിട്ടുന്നത്. സിനോജ്, സുജയ പാർവതി, തിങ്കളാഴ്ചയാണ്, 15-ാം തീയതിയാണ് ഏറ്റവും ഒടുവിൽ അർജുൻ വീട്ടിലേക്ക് വിളിക്കുന്നത്.